ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ ചെമ്പേരി ചർച്ചിൻ്റെ അടുത്ത് നിന്ന് വെറും 600 മീറ്റർ അകലത്തിൽ ഈ കാണുന്ന ഒരു 18 സെൻറ്റ് സ്ഥലവും അതിനകത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമൊക്കെ ഒരു വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഈ ഒരു വീടിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീട് നിങ്ങൾക്ക് ഇങ്ങനെ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെ മേടിക്കാം. ഇനിയിപ്പോൾ അതല്ല അതേമാതിരി ഫുള്ള് പണിയെല്ലാം കഴിഞ്ഞ് ഫിനിഷിങ് വർക്കോടെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ പണി വർക്ക് ഫുള്ളെല്ലാം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ വർക്കും കഴിഞ്ഞിട്ട് അതേപോലെ ചാവി തരുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ ഇതിൻ്റെ ഓണർ റെഡിയാണ്. അതെ. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കണ്ണൂർ ജില്ലയിൽ ചെമ്പേരിയിൽ നിന്ന് കമ്പ്ലാരി പോണ റൂട്ടിനാണ് നമ്മളെ വീടും സ്ഥലവും ഉള്ളത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് എരുവേശി പഞ്ചായത്തും ചെമ്പേരി വില്ലേജിലും പെട്ടിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ തളിപ്പറമ്പ് താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലം കേട്ടോ. ഇനി നമ്മളെ സ്ഥലത്തിൽ ഇങ്ങോട്ട് വരാനുള്ള റോഡ് സൗകര്യം അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണഞ്ഞ്. അപ്പം ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്ക് ഈ റോഡ് വരുന്ന ചെമ്പേരിയിൽ നിന്ന് വരുന്ന റോഡാണത്. ചെമ്പേരിയിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ ദൂരമാണ് നമ്മളെ പ്ലോട്ടോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ടാറിങ് റോഡാണ്. ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ ഇതാക്കണം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ വീടും സ്ഥലം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഏത് വേണേലും വീടിൻ്റെ മുറ്റത്തോട്ട് തന്നെ കയറി ചെല്ലാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കമ്പ്ലാരി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ. കണ്ണൂരിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഏകദേശം ഒരു 42 കിലോമീറ്റർ ദൂരമുള്ളത്. അതുപോലെ തന്നെ തളിപ്പറമ്പൊന്നും വരാം, അവിടെ നിന്ന് ഒരു 28 കിലോമീറ്റർ ദൂരമുള്ളത് കേട്ടോ. പിന്നെ നമ്മളീ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് നമുക്ക് ചെമ്പേരി ടൗൺ കഴിഞ്ഞാൽ അടുത്തൊരു ടൗൺ പറഞ്ഞാൽ നടുവിലോട്ടൊരു 10 കിലോമീറ്ററും അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരത്തിന് ഒരു 8 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ കരുവഞ്ചാലിനൊരു 18 കിലോമീറ്ററും ദൂരമുള്ളത്. പിന്നെ നമുക്ക് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 30 കിലോമീറ്റർ ദൂരമുള്ളത് കേട്ടോ. നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻ്റെ ഇതാക്കണേ ഇവിടം വരെയാണ് വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുതിയ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് കേട്ടോ. വന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് നമ്മളെ വീടും സ്ഥലവും മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയിട്ട് കാണാം. നമുക്ക് പോയേക്കാം. അപ്പോളേ നമ്മൾ പ്ലോട്ടിലോട്ട് വരുമ്പോൾ ഇതാക്കണം ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് വീടിൻ്റെ മുറ്റത്തോട്ട് വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളും കേട്ടോ. മുറ്റത്ത് തന്നെ നമുക്കൊരു 4-5 വണ്ടിയെല്ലാം നിർത്താനുള്ള അത്രയും സ്ഥല സൗകര്യം നമുക്ക് മുറ്റത്തിനുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമൊക്കെ ഉള്ള വീടാണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള വീടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ട് തന്നെ ഇതാക്കണം വണ്ടിയൊക്കെ വലിയ വണ്ടി ഇറക്കുന്ന വണ്ടി തന്നെ നേരെ കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള കാർ പോർച്ചാണ്. കാർ പോർച്ച് പോയിക്കാണെങ്കിൽ വലിയ കാർ പോർച്ചാണ് കേട്ടോ. വലിയ കാർ പോർച്ച് തന്നെയാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യമൊക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ പോയി നോക്കാം. നമുക്ക് പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ വർക്കുകൾ ഇങ്ങോട്ട് തേക്കാനുണ്ട്. ബാക്കി കുറേ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിഞ്ഞ് കാണാം. ഇതാണ് സിറ്റ് ഔട്ട്. ഫുള്ള് ഓപ്പൺ സിറ്റ് ഔട്ടാണ് വരുന്നത്. വലിയ സിറ്റ് ഔട്ട് തന്നെയാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. നിലവിൽ നല്ല നീളമുള്ള വലിയ സിറ്റ് ഔട്ട് തന്നെയാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തോട്ടും കൂടി ഒന്ന് പോയിട്ട് നോക്കാം. പോയി നോക്കാം. അകത്തോട്ട് വരുമ്പോൾ ഇതാണ് ഹാളും നല്ല സൗകര്യമുള്ള വലിയ ഹാൾ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള വലിയ ഹാൾ തന്നെയാണ് ഈ ഒരു വീടിൻ്റെത്. പിന്നെ ഇങ്ങോട്ട് പോവാം. ഓരോരോ ഭാഗങ്ങൾ നമുക്ക് മൊത്തത്തിൽ പോയിട്ട് കാണാം കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള വലിയ ഡൈനിങ് ഏരിയ തന്നെയാണ്. പിന്നെ നമുക്ക് മുകളിലോട്ടുള്ള സ്റ്റെയർ എല്ലാം വരുന്നത് ഇവിടെ ഡൈനിങ് ഏരിയ തന്നെയാണ് കേട്ടോ. നമുക്ക് റൂമുകളെല്ലാം കാണാം. റൂമുകൾ ആദ്യത്തെ റൂം കാണാം. ഈ ഒരു സൈഡിലാണ് നമുക്ക് ആദ്യത്തെ റൂം ഉള്ളത്. ഇതാണ് ഫസ്റ്റ് റൂം കേട്ടോ. റൂം വലിയ റൂമാണ്. അത്യാവശ്യം നല്ല റൂഫൊക്കെ ആണെങ്കിൽ നല്ല ഹൈറ്റിലാണ് ഉള്ളത്. നല്ല ഒരു കിടിലം മോഡലിൽ തന്നെയാണ് നമ്മൾ ഈ വീടിൻ്റെ എല്ലാ പണിയും കഴിപ്പിക്കുന്നത് കേട്ടോ. വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ നല്ല കിടിലം സ്റ്റൈലായിരിക്കും. അത്രയ്ക്ക് നല്ല എന്താ പറയുക നല്ല ഡിസൈനിലാണ് നമ്മൾ വീടിൻ്റെ പണി കഴിപ്പിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് റൂം. അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിനുള്ള ഏരിയ വരുന്നത് കേട്ടോ. നമ്മളെ ഒരു വീടും സ്ഥലവും നിങ്ങൾ മേടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞ് വിടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെമ്പേരി എത്തിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അതുപോലെ ചെമ്പേരി നമുക്ക് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാം വരുന്നുണ്ട്. ഇങ്ങോട്ട് വരും. നമുക്ക് രണ്ടാമത്തെ റൂം ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ റൂമുള്ളത്. ഈ സൈഡിലോട്ട് 2 കള്ളി ജനൽ വരുന്നുണ്ട്. ഇവിടെയോട്ട് 2 കള്ളി ജനൽ, പിന്നെ ഇവിടെ 2 കള്ളി ജനൽ. അകത്തോട്ട് നന്നായിട്ട് വെളിച്ചം കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ജനലും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ റൂമാണെങ്കിലും നല്ല സ്ഥല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്.
റൂഫൊക്കെ ആണെങ്കിലും നല്ല ഹൈറ്റിലാണ് റൂഫെല്ലാം ആക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ വരെ ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്ക് ചെമ്പേരിക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ, വെറും 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളി എല്ലാം ഉണ്ട്. പിന്നെ അമ്പലങ്ങൾ, പിന്നെ അതിൻ്റെ അടുത്തെല്ലാം നമുക്ക് അമ്പലങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഹോസ്പിറ്റൽ കേസ് വന്നാലാണെങ്കിൽ നമുക്ക് ചെമ്പേരിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലെല്ലാം ഉണ്ട്. അടുത്ത് നമുക്ക് 3ാമത്തെ റൂം ഒന്ന് കാണാം. ഇതാ ഇവിടെയാണ് 3ാമത്തെ റൂം ഉള്ളത്. ഇത് നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ വലിയ റൂം തന്നെയാണ് കേട്ടോ. ഈ സൈഡിലോട്ട് ഒരു 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമിനുള്ള ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി വീടിൻ്റെ ഭിത്തിയെല്ലാം തേക്കലും നിലത്തിൻ്റെ പണിയും വയറിങ്ങും പ്ലംബിങ്ങും എല്ലാം കഴിഞ്ഞാൽ നല്ല സൂപ്പർ വീടായിരിക്കും. അടുത്ത് നമുക്ക് 4ാമത്തെ റൂം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് കേട്ടോ. ഇതാണ് 4ാമത്തെ റൂം. ഈ റൂം നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ എല്ലാ റൂമും വലിയ റൂമുകളാണ്, ഒന്നും ചെറിയ റൂമുകളല്ല കേട്ടോ. ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. ഈ സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഏരിയ ഇവിടെയാണ് വരുന്നത്. ബാത്റൂമൊക്കെ ആണെങ്കിൽ എല്ലാത്തിൻ്റെയും വലിയ ബാത്റൂം തന്നെയാണ്. വലിയ ബാത്റൂമിനുള്ള സൗകര്യം തന്നെയാണ് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്തങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റൂമുകൾ മൊത്തം കണ്ടില്ലേ, 4 റൂമുകളും കണ്ടു കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ആയിട്ട് ഇവിടെ ഇനി അതിൻ്റെ എന്താ പറയുക മോഡലിൻ്റെ ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇനിയൊക്കെ ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂമും കൂടിയും വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ. ഇനി അടുത്ത് നമുക്ക് ഇവിടുന്ന് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ താക്കണം ഈ കാണുന്നത് തന്നെയാണ് നമ്മളീ ഒരു വീടിൻ്റെ അടുക്കള എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള അടുക്കള തന്നെയാണ് കേട്ടോ. വർക്കെല്ലാം കഴിഞ്ഞാൽ നല്ല അടിപൊളി തന്നെയായിരിക്കും. ഇനി അടുത്ത് നമുക്ക് നമ്മളെ ഒരു വീടിൻ്റെ വർക്ക് ഏരിയയും കൂടി ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പണിക്കാരുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം പാതകവും കാര്യങ്ങളെല്ലാം ആക്കാനുള്ള ഓരോന്നിനും ഉള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ജനലെല്ലാം ആക്കാനുള്ള അതിനുള്ള സൗകര്യം ആക്കിയിട്ടുണ്ട്. അടുത്തുണ്ടല്ലേ വീടുകളെല്ലാം ഉണ്ട്, അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തോട്ടുള്ളതാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പുറത്ത് വേറെ വർക്ക് ഏരിയ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കട്ടെ, അതിനുള്ള സ്ഥല സൗകര്യം ഉണ്ട്. മിറ്റം ഇങ്ങോട്ടാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമുക്ക് ഇനി വെള്ളത്തിൻ്റെ സൗകര്യം കാണിച്ചു കൊടുക്കണം. ഇപ്പം നിലവിൽ നമ്മളൊരു പ്ലോട്ടിനകത്ത് കിണറാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആ വെള്ളത്തിൻ്റെ സൗകര്യം കൂടി ഒന്ന് പോയിട്ട് കണ്ടാലോ? കാണിച്ചു കൊടുക്കാം, നമുക്ക് പോയി നോക്കാം. നമുക്ക് ഇനി നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുക്കാൻ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ഏകദേശം 30 കിലോമീറ്റർ ദൂരമുള്ളത് കേട്ടോ. കണ്ണൂരിൽ നിന്ന് ഒരു 42 കിലോമീറ്റർ ദൂരമുള്ളത്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് കിണർ ഇഷ്ടം പോലെയാണ് വെള്ളം. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. പിന്നെ ഇവിടെ ഉറവേലുള്ളതുകൊണ്ട് ഫുൾ ടൈം വെള്ളം ഉണ്ടാവും. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു ഏരിയ തന്നെയാണ്. വെട്ടുകല്ലോ കരിങ്കൽപ്പാറ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് തെങ്ങും തയ്യോ കവുങ്ങും തയ്യോ അങ്ങനെയൊക്കെ നമുക്ക് ചുറ്റുപാട് നടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല മണ്ണുള്ള സ്ഥലവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി ടൗണിൽ നിന്ന് വെറും നടക്കാനുള്ള ദൂരത്തിൽ ഏകദേശം ഒരു 600 മീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ സ്ഥലം മൊത്തമായിട്ട് ഈ ഒരു കണ്ടീഷനിൽ വേണമെങ്കിൽ കൊടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാൻ ഇതിൻ്റെ ഓണർ റെഡിയാണ്. എങ്ങനെയാണോ വേണ്ടത്. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഓണറായിട്ട് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓണറുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലേ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറെ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.